ഡ്യൂട്ടി കഴിഞ്ഞ് നല്ല വിഷമായിട്ട് വന്നിരിക്കോട്ടെ. കാരണം 2-3 ദിവസം പെരുന്നാളിന് ലീവ് കഴിഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയ റൂമിലൊരു സാധനം ഉണ്ടായില്ല. അപ്പൊ ഞാനടുത്ത് ഇവൻ പെരുന്നാളിന് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയെന്ന് പറഞ്ഞു. ആസിഫിന്റെ സ്റ്റീൽ ബോഡി കാണണം. അങ്ങനെ ഞങ്ങള് നല്ല വിഷം പറഞ്ഞിട്ട് ഇനി എന്ത് കഴിക്കുന്നുള്ള ടെൻഷൻ വന്നിരിക്കുമ്പോ നല്ല പാലക്കാട് ഇതെന്താണ് സംഭവം? പാലക്കാട് സാമ്പാറാണെന്ന് അറിയില്ല. നല്ല പാലക്കാട് അവിയലുണ്ട്. അവിയല്, സാമ്പാറ്, ഇനി ദോശമാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അല്ലേ ആസിഫ? ആസിഫിന്റെ ബോഡി കാണണ്ട. നല്ല വിഷമുണ്ട്. അപ്പൊ കഴിക്കാല്ലേ? ഇത് ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. നല്ല സർപ്രൈസ് ആയി പോയി. കാരണം ഞങ്ങൾ ഇനി ഈ റൂമിൽ സാധനങ്ങളൊന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല. ഇവന് ബോൾ ഷർട്ടിട്ടുണ്ടോ നിന്നെ ഫുള്ള് കാണൂല. അത് സാധനങ്ങൾ ഉണ്ടായില്ല. അപ്പൊ ഇനി വന്നിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കണ്ട, ആകെ പ്രാന്തിടിച്ചിരിക്കുവാനും. പിന്നെ ഒന്നാമത് ഈ ഫ്ലൈറ്റ് കാരണമല്ല, കംപ്ലീറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് ആകെ പ്രഷറിലാണ് വന്നു. പിന്നെ കുറച്ച് മാനസികമായിട്ട് മെന്റലി ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, മാനസിക പ്രശ്നമല്ല കേട്ടോ, അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറച്ച് നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ വന്നു. മാനസികമായിട്ട് അങ്ങനെയല്ലടാ, കുറച്ച് ടെൻഷനിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ കിളി വരിക്കുന്ന സമയത്താണ് റൂമിൽ പോകുന്നത്. എടാ ഞാൻ തുറച്ചോളാം, കുഴപ്പമില്ല, ഞാൻ ക്ലീൻ ആക്കിക്കോളാം. അല്ല എടാ ഒന്ന് നോക്കിയടാ, ഒരു ഹായ് പറയടാ. ഇതിനകത്ത് നോക്കിയാൽ അതല്ല ഹായ് പറഞ്ഞല്ലേ. ആസിഫ് പെട്ടെന്ന് കഴിക്കാല്ലേ. നല്ല അവിയലിന് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് ഈ കറി സാമ്പാറാണെന്ന് പറഞ്ഞത്. ഒന്നല്ല നമുക്ക് ഇവിടെ പാകിസ്ഥാൻ റൊട്ടി ഇട്ട് കഴിക്കാം, അല്ലെങ്കിൽ ദോശ കഴിക്കാം. എന്നാലും റെഡിയാണ്. അപ്പൊ കഴിക്കുന്നത് നല്ല വിഷമുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ. നല്ല വിഷം എന്ന് വെച്ചാൽ നല്ല വിഷം എന്നാണ് സംഭവം. കൊള്ളാം, മാഷാ അല്ലാഹ്.